മോർണിംഗ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് റുവാണ്ടയെ കുറിച്ചാണ്. റുവാണ്ട ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ ഒരു കൺട്രിയാണ്. അധികം ആരും വിസിറ്റ് ചെയ്യാത്തയും അധികം പറഞ്ഞു കേൾക്കാത്തയായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് റുവാണ്ട. റുവാണ്ടയെ കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ റുവാണ്ട അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് 1000 ഹിൽസ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളം ഒക്കെ ആയിട്ട് കുറച്ചും കൂടി കാണാൻ സിമിലർ ആയിട്ട്, അതായത് കുറച്ച് ഹിൽസും കൂടുതലായിട്ട് മൗണ്ടെയിൻസും ഹിൽസൊക്കെ സറൗണ്ടഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് റുവാണ്ട. റുവാണ്ടയിൽ ഭയങ്കര കുറവായിട്ടുള്ള ക്രൈം റേറ്റ് ആണ് വരുന്നത്. വേൾഡിൽ വെച്ച് ഏറ്റവും കുറവ് ക്രൈം റേറ്റ് വരുന്നത് റുവാണ്ടയിലാണ്. റുവാണ്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ഗോറില്ലാസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഗോറില്ല മൗണ്ടെയിൻസ് ആണ്. അവിടെ ആൾക്കാർ കൂടുതലും വിസിറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഈ ഗോറില്ല മൗണ്ടെയിൻസ് വിസിറ്റ് ചെയ്യാനും പിന്നെ അവിടുത്തെ വേറെ വൈൽഡ് ലൈഫ് വിസിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് റുവാണ്ട. റുവാണ്ടേൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, റുവാണ്ടയിൽ ഭയങ്കര വേൾഡ് വെച്ച് ഏറ്റവും ക്ലീനസ്റ്റ് കൺട്രി പറയുന്നത് റുവാണ്ടയാണ്. അതായത് പ്ലാസ്റ്റിക് ഒക്കെ ബാൻ ചെയ്തിട്ടും പിന്നെ അവിടെ ക്ലീനിങ് ആണെങ്കിൽ എല്ലാ ടീം, അതായത് അവിടുത്തെ വർക്കേഴ്സ് മാത്രമല്ല ബിസിനസ്മെൻ ആയാലും അവിടുത്തെ റിച്ച് ആൾക്കാരായാലും എല്ലാവരും ഭയങ്കര ക്ലീൻ ആയിട്ട് കൊണ്ടെടുക്കുന്ന ഒരു കൺട്രിയാണ് റുവാണ്ട. റുവാണ്ടയ്ക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാനാണെങ്കിൽ റുവാണ്ടയ്ക്ക് 4 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്. വേറെ ആഫ്രിക്കൻ കൺട്രീസ് വെച്ച് നോക്കുമ്പം 4 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് റുവാണ്ടയ്ക്ക് ഉള്ളത്. പിന്നെ റുവാണ്ടയെ കുറിച്ച് പറയുന്നത് റുവാണ്ടയ്ക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇത് വരുന്നത് റുവാണ്ടയുടെ ക്യാപിറ്റൽ വരുന്നത് കിഗാലി എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. കറൻസി വരുന്നത് റുവാണ്ടൻ ഫ്രാങ്ക് ആണ്. പോപ്പുലേഷൻ ഒരു 2023 വെച്ച് നോക്കുമ്പം 1.4 crore വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റുവാണ്ടയ്ക്ക് 4 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഒന്ന് വരുന്നത് ഫ്രഞ്ച് ആണ്. നെക്സ്റ്റ് വരുന്നത് കിനിയർവണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വേറെ അവരൊരു ട്രഡീഷണൽ ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷും പിന്നെ നമ്മൾ കെനിയനൊക്കെ ഈ ആഫ്രിക്കൻ കൺട്രീസിൽ മിക്കതിലും സ്വാഹിലിയാണ് അവരൊരു ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. ഈ 4 ലാംഗ്വേജസ് ആണ് റുവാണ്ടയിൽ വരുന്നത്. റുവാണ്ടയിൽ നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് ബെസ്റ്റ് ടൈം വരുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ്. ആഫ്രിക്കൻ കൺട്രീസൊക്കെ മിക്കതും ഒരു ജൂൺ ടു ഒക്ടോബർ, ജൂൺ ടു സെപ്റ്റംബർ ഈ ഒരു ടൈമിലാണ് വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം വരുന്നത്. പീക്ക് സീസൺ ഞാൻ പറഞ്ഞ പോലെ ജൂൺ ടു സെപ്റ്റംബറും പിന്നെ വേറെ 2 months വരുന്നത് ഡിസംബർ ടു ജാനുവരി. ഈ മന്ത്സിലാണ് നമുക്ക് കുറച്ചും കൂടി റുവാണ്ട വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈം. ഓഫ് സീസൺ വരുന്നത് മാർച്ച് ടു മെയ്യും ഒക്ടോബർ ടു നവംബറും ആണ്. ആ ടൈമിൽ എന്ന് പറയുമ്പം ഈ റെയിനി സീസൺ, നമ്മളെ ഇവിടെ കേരളത്തിലേക്ക് പോലെ റെയിനി സീസൺ ആണ് വരുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ഈ മൗണ്ടെയിൻസും ഇതൊന്നും വിസിറ്റ് ചെയ്യാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് വരുന്നത് അവിടുത്തെ ഏറ്റവും ഡ്രൈ സീസൺ വരുന്നത് ജൂൺ ടു സെപ്റ്റംബർ, ഡിസംബർ ടു ഫെബ്രുവരി. അതാണ് ഇവിടുത്തെ പീക്ക് സീസൺ. ആ ടൈമിലാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ടൈം. അത് വെച്ച് ഭയങ്കര ഡ്രൈയും ചൂടും അല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് ജൂൺ ടു സെപ്റ്റംബറും ഡിസംബർ ടു ഫെബ്രുവരി ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് റുവാണ്ടയിലെ മേജർ എയർപോർട്ട്സ് ആണ്. റുവാണ്ടയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണ് കിഗാലി എയർപോർട്ട് എന്ന് പറയുന്നത്. റുവാണ്ട ഒരു ചെറിയൊരു കൺട്രിയാണ്. അതിപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവായിട്ടുള്ള എയർപോർട്ട്സ് ആണ് റുവാണ്ടയിലുള്ളത്. ഫസ്റ്റ് വൺ കിഗാലി എയർപോർട്ടാണ്. അതാണ് നമ്മൾ മെയിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. അവിടെ എയർലൈൻസ് നമ്മളിവിടുത്തെ റുവാണ്ടൻ എയർ, ഖത്തർ എയർവേസ്, ടർക്കിഷ്, എത്യോപ്യൻ, കെനിയൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എയർലൈൻസ് അവിടെ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത്, അതായത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഈ ബുഗേസെര ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. അത് റുവാണ്ടയിലെ അടുത്തൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ആവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കിഗാലിനേക്കാളും കുറച്ചും കൂടി നല്ല ഫെസിലിറ്റീസും ബാക്കി കുറച്ചും കൂടി അടുത്തായിട്ടുള്ള ഒരു എയർപോർട്ടാണ് ബുഗേസെര. അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ അവിടെ ഒരു വെസ്റ്റേൺ റുവാണ്ടയിൽ, അതായത് ചെറിയ ചെറിയ വെസ്റ്റേൺ റീജിയൻസിലൊക്കെ ഫ്ലൈ ചെയ്യുന്നൊരു എയർപോർട്ട്സ് വരുന്നത് കബൻഡി എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർപോർട്ടാണ്. ഭയങ്കര കുഞ്ഞ് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് റുബാവു എന്ന് പറഞ്ഞിട്ടുള്ളൊരു എയർപോർട്ടാണ്. അത് ഈ സ്മോൾ എയർക്രാഫ്റ്റ്സും പിന്നെ ഈ പ്രൈവറ്റ് ജെറ്റ്സ്, ചാർട്ടേഡ് എയർലൈൻസ് ഇതൊക്കെ വരുന്നത്. അത് ഈ വോൾക്കാനോസ് നാഷണൽ പാർക്കിലേക്കും കൂടി ആക്സസ് ഉള്ളൊരു എയർപോർട്ടാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആണ്. റുവാണ്ടയിൽ കൂടുതലായിട്ട് ഈ ഗ്രീനറി നിറഞ്ഞ സ്ഥലങ്ങളാണുള്ളത്. അതായത് അവിടുത്തെ ആൾക്കാർ കൂടുതലും ഈ കൃഷി ചെയ്തിട്ടും പിന്നെ വുമൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഇവിടെ നമ്മളിവിടെ പറയുന്നത് മെന്നാണ് കുറച്ചും കൂടി ഹൈ ആയിട്ട് നിൽക്കുന്നത്. അവിടെ വുമൻസ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഫീൽഡ്സ് ആണെങ്കിലും കൺസ്ട്രക്ഷൻസ് ആണെങ്കിലും വേറെ അല്ലാത്ത ഏതൊക്കെ ഫാക്ടറി അതിൽ കൂടുതൽ ഈ സൂപ്പർവൈസേഴ്സ് ഒക്കെ നിൽക്കുന്നത് വുമൺ ആണ്. മെന്നാണ് പണിയെടുക്കുന്നതും അവരൊരു അണ്ടറിൽ പണിയെടുക്കുന്നതൊക്കെ മെന്നാണ് വരുന്നത്. അപ്പോൾ
അവിടെ നിന്ന് കുറച്ചും കൂടി ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ന്യൂംഗ്വേ നാഷണൽ പാർക്കാണ് നെക്സ്റ്റ് വരുന്നത്. അത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൻ ഫോറസ്റ്റ് ആണ് വരുന്നത്. അവിടെ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള, അത് ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഒന്ന് ചിമ്പാൻസി ട്രെക്കിംഗ് ആണ്. അതായത് നമുക്ക് ഈ മൗണ്ടെയ്ൻസിൽ പോയിട്ടുണ്ട് ചിമ്പാൻസിനെ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈൽഡ് ലൈഫിന് അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ അവരവരെ വഴിക്ക് പോകും. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഫോട്ടോ എടുക്കാനാണെങ്കിൽ അത് ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ വേണം അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് പിന്നെ ഈ ബേർഡ് വാച്ചിങ്, പിന്നെ ചെറിയൊരു പാത്തിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ചെറിയ ചെറിയ വാട്ടർഫാൾസ്, ഇതൊക്കെയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളത്, ന്യൂംഗ്വേ നാഷണൽ പാർക്കിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ഇത് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ വോൾക്കാനോസ് നാഷണൽ പാർക്കാണ്. ഇവിടെയാണ് നമുക്ക് ഗോറില്ല ട്രക്കിംഗ് വരുന്നത്. അതായത് ഹോം ഫോർ എൻഡേഞ്ചർഡ് മൗണ്ടൻ ഗോറില്ലാസ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് നമ്മളെ തൊട്ടടുത്ത് നിന്ന് ഗോറില്ലാസിനെ കാണാനും ഫോട്ടോ എടുക്കാനും, നേരത്തെ പറഞ്ഞ പോലെ അവർ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ നമുക്ക് അവരെ കാണാനും അവിടെ മൊത്തം കാണാനും വിസിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു പ്ലേസ് ആണ് വോൾക്കാനോസ് നാഷണൽ പാർക്ക്. ഇതാണ് റുവാണ്ടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് തന്നെ. ഗോറില്ല ട്രെക്കിങ്ങും ഈ വോൾക്കാനൊക്കെ ഹൈക്കിങ്ങും ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് വോൾക്കാനോ നാഷണൽ പാർക്ക്. നെക്സ്റ്റ് വരുന്നത് അക്കഗേര നാഷണൽ പാർക്കാണ്. അതായത് കെനിയയിൽ ബിഗ് 5 നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് മാസൈ മാരയിലാണ്. അതുപോലെ നമുക്ക് റുവാണ്ടയിൽ ഈ ബിഗ് 5 കാണാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം വരുന്നത് ഈ നാഷണൽ പാർക്കാണ്. അവിടെ നമുക്ക് ഈ ഗെയിം ഡ്രൈവ്സ്, സഫാരി ഡ്രൈവ്സ് ഉണ്ടാവും, പിന്നെ ബോട്ട് ക്രൂയിസ് ഉണ്ടാവും, പിന്നെ ബേർഡ് വാച്ചിങ്, പിന്നെ ഫിഷിങ് കാണാൻ, പിന്നെ അവിടുത്തെ വില്ലേജസ്, അവരെ കൾച്ചറൽ വില്ലേജസ് വിസിറ്റ് ചെയ്യാനും അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടാനും, അങ്ങനെ കുറച്ച് സെയിം ടു ഈ മാസൈമാരെയൊക്കെ പോലെ തന്നെ അവിടുത്തെ ഒരു നാഷണൽ പാർക്കാണ് അക്കഗേര എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് ഇതൊക്കെയാണ് കൂടുതലായിട്ട് വിസിറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാം. അതായത് ഇവരെ കൾച്ചറൽ വില്ലേജിൽ നമുക്ക് ഈ ക്യാമ്പിങ്ങും പിന്നെ അവിടുത്തെ കൾച്ചറൽ ഫുഡ് അങ്ങനത്തെ ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണിത്. നെക്സ്റ്റ് വരുന്നത് ലേക്ക് യുവോ ആണ്. അവിടെ പറയുന്നത് ഭയങ്കര ഫ്രഷ് വാട്ടർ ലേക്ക് എന്നാണ് ലേക്ക് യുവോ അറിയപ്പെടുന്നത്. അവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതായത് ഈ കയാക്കിങ്ങും പിന്നെ ഈ ബോട്ട് റൈഡ്സ്, പിന്നെ ഈ ബീച്ച് സ്റ്റേ പോലെയൊക്കെ, അങ്ങനെ കുറച്ച് ചെറിയ നമുക്ക് ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ലേക്ക് യുവോ എന്ന് പറയുന്നത്. ഈ സൈക്ലിങ്, പിന്നെ ഫിഷർമാൻ, ഹോട്ട് സ്പ്രിങ്, പിന്നെ ഈ കോഫിയും അവിടുത്തെ കൾച്ചറൽ, അതായത് ലോക്കൽ കൾച്ചേഴ്സ് കാണാനും, കോഫി കൾട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ലേക്ക് കിവു നമുക്ക് വെച്ചത്. നെക്സ്റ്റ് ഒരു അട്രാക്ഷൻ വരുന്നത് കിഗാലി സിറ്റിയാണ്. അതായത് അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി. ഏറ്റവും ക്ലീനസ്റ്റ്, ആഫ്രിക്കയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് റുവാണ്ട. അതായത് കിഗാലി സിറ്റി ഭയങ്കര സേഫാണ്. ഞാൻ പറഞ്ഞ പോലെ ക്രൈംസ് ഭയങ്കര കുറവായതുകൊണ്ട് ഭയങ്കര സേഫ് ആയിട്ടുള്ളയും ക്ലീൻ ആയിട്ടുള്ളയും, അത് വെച്ച് നോക്കുമ്പോൾ പക്ഷെ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ളൊരു സിറ്റിയാണ് കിഗാലി വരുന്നത്. അവിടെ നമുക്ക് എല്ലാ സിറ്റീസിലും പോലെ തന്നെ ഈ ചെറിയ ചെറിയ മാർക്കറ്റ്സ്, പിന്നെ അവരുടേതായ മാർക്കറ്റ്സ്, പിന്നെ ഈ കൺവെൻഷൻ സെൻറ്റേഴ്സിലാണ് ചെറിയ ആർട്ട് സെൻറ്റേഴ്സ്, മ്യൂസിയംസ്, പിന്നെ അവിടുത്തെ അവരെ റെസ്റ്റോറൻറ്റ്സ്, അവിടെ കഴിച്ച് അവരെ കൾച്ചറൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും, ഇതൊക്കെയാണ് കിഗാലി സിറ്റിയിലുള്ളത്. നെക്സ്റ്റ് വരുന്നത് കിഗാലി ജിനോസൈഡ് മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു 1994 നടന്നിട്ടുള്ള ഒരു വാറിന്റെ ബേസ് ആയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് മെമ്മോറിയൽ പോലെ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു എന്താ പറയുക മ്യൂസിയം പോലത്തെ ഒരു സ്ഥലമാണ് കിഗാലി ജിനോസൈഡ്. ഇതാണ് കിഗാലി സിറ്റിയിൽ പോയി ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. അത് അവിടുത്തെ വിക്ടിംസിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് അവർ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 2 കാസ്റ്റ് തമ്മിലുള്ള പ്രശ്നത്തിൽ ഉണ്ടായതിൽ കുറേ വുമൻസും കുട്ടികളും ഒക്കെ മരിച്ചിട്ടുണ്ട്. അതായത് ഫുഡ് കിട്ടാതെയും വെള്ളം കിട്ടാതെയൊക്കെ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ട്രിബ്യൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെമ്മോറിയൽ ഉള്ളത്. നെക്സ്റ്റ് വരുന്നതെന്ന് അവിടുത്തെ കിങ്ങിൻ്റെ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത്. അവിടുത്തെ കിങ് താമസിക്കുന്നത് നമ്മളിവിടുത്തെ പോലെ വലിയ ഇങ്ങനെ കൊട്ടാരത്തിൽ അങ്ങനെയല്ല, ചെറിയൊരു ഹട്ട് പോലെ, അതായത് ചെറിയ ചെറിയ ഗ്രാസും ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ചെറിയ ഹട്ട് പോലത്തെ ഒരു ട്രഡീഷണൽ, അവരെ റുവാണ്ടൻ ട്രഡീഷണൽ ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ ഒരു റോയൽ ഹട്ടിലാണ് കിങ്ങിൻ്റെ ഇത് മ്യൂസിയം പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള അവരെ കാറ്റിൽ കോട്ട്, അതായത് അവിടെ ഏറ്റവും കൂടുതൽ അവർ ഈ ഫാമേഴ്സ് ആണ് റുവാണ്ടയിൽ ഏറ്റവും കൂടുതലുള്ള. അപ്പം ഈ ആനിമൽസിനെ, കൗവിനെയും ഷീപ്പിനെ, അങ്ങനത്തെ ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ ഇതാക്കുന്ന
കുറേ റിച്വൽസും അതൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടും പിന്നെ ആ പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ട്രഡീഷണൽ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കിങ് താമസിച്ചിരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ള ഫെസിലിറ്റീസ്, ഇതൊക്കെ കാണാനാണ് കിങ്സ് പാലസ് മ്യൂസിയം വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമുക്ക് അവിടുത്തെ വിസ പ്രൊസീജിയേഴ്സ് ആണ്. നമുക്ക് റുവാണ്ടയിൽ പോകണമെങ്കിൽ വിസ ഓൺ അറൈവൽ ആണുള്ളത്. ഈ വിസ നമുക്ക് റുവാണ്ടയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു 3 to 4 വർക്കിംഗ് ഡേയ്സ് ആണ് വിസയ്ക്ക് എടുക്കുക. ഈ വിസ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 3 to 4 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുക. അതൊരു 30 ഡേയ്സിനാണ് വാലിഡ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലായിടത്തും പോലെ തന്നെ പാസ്പോർട്ട് 6 months വാലിഡ് ആവണം. ലാസ്റ്റ് 2 pages ബ്ലാങ്ക് ആയിട്ട് തരണം. ഈ വിസ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ റീസെൻറ്റ് ഫോട്ടോ, പിന്നെ നമ്മളെ ട്രാവൽ ഐറ്റിനറി, പിന്നെ നമ്മൾ എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് പ്രൂഫ് ഓഫ് അക്കോമഡേഷനും, പിന്നെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റും, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, പിന്നെ റിട്ടേൺ എന്ന ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇതൊക്കെയാണ് ഈ വിസയ്ക്ക് അപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. വിസ ഓൺ അറൈവലിനും ഈ സെയിം ഡോക്യുമെന്റ്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അതായത് പാസ്പോർട്ടും റീസെന്റ് ഫോട്ടോയും ഐറ്റിനറിയും ഇതൊക്കെ നമ്മൾ വിസ ഓൺ അറൈവൽ ടൈമിന് ഈ ഡോക്യുമെന്റ്സ് തന്നെ സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് എനിക്ക് റുവാണ്ടയെ കുറിച്ച് പറയാനുള്ളത്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ്ങും ആൾക്കാർ കുറച്ചും കൂടി അധികം വിസിറ്റ് ചെയ്യാത്തൊരു പ്ലേസ് ആണ് റുവാണ്ട എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര യുണീക്കായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൺട്രിയാണ് റുവാണ്ട. ഇങ്ങനത്തെ കൂടുതലായിട്ട് കൺട്രീസിനെ കുറിച്ച് അറിയാനും ഈ യുണീക്ക് ഫീച്ചേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ കൺട്രീസിൽ എന്തൊക്കെയാണുള്ളത്, ഈ റുവാണ്ട പോലത്തെ വേറെയും കുറേ കൺട്രീസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ്. താങ്ക് യു.